ഹലോ, നമുക്കിന്ന് മൗലിക കടമകൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പഠിക്കാം. എന്തൊക്കെയാണെന്ന് ഭാഗം 4 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നത്. പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 51A. USSRൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം 1976 പ്രാബല്യത്തിൽ വന്നത് 1977 ജനുവരി 3. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ് 42ാം ഭരണഘടന ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഈ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇന്ത്യൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. 42ാം ഭരണഘടന ഭേദഗതി പ്രകാരം 10 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2002 86ാം ഭരണഘടന ഭേദഗതിയിലൂടെ മൗലിക കടമകളുടെ എണ്ണം 11 നിലവിൽ 11 മൗലിക കടമകളാണ് ഭരണഘടന അനുശാസിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങളെപ്പോലെ തന്നെ മൗലിക കടമകളും കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നവയല്ല. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായി ആണ് ഭരണഘടനയിൽ പറയുന്നത്. അടുത്ത നമ്മുടെ മൗലിക കടമകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. രാഷ്ട്ര ഉന്നമനം, രാഷ്ട്രത്തെക്കുറിച്ച് രാഷ്ട്ര സേവനത്തിനും രാജ്യരക്ഷാ പ്രവർത്തനത്തിനും സജ്ജരായിരിക്കുക എന്നതാണ് പറയുന്നത്. അടുത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്തായാലും നിർബന്ധിതമായിട്ടൊരു വിദ്യാഭ്യാസം കൊടുക്കണം എന്നതാണ് പറയുന്നത്. അടുത്ത ഭരണഘടന, ദേശീയ പതാക, ഗാനം അവയോടുള്ള ഒരു ആദരവ്. ഭരണഘടന അനുസരിക്കുകയും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയഗാനത്തെയും നമ്മൾ ആദരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ മഹനീയ ആദർശങ്ങൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം പകർന്ന ഉന്നത ആദർശങ്ങളുണ്ടാകും. ഓരോരുത്തർ പറഞ്ഞൊരു ആശയങ്ങൾ, അവയെ ആ ആദർശങ്ങളെല്ലാം നമ്മൾ ആദരിക്കണം എന്നാണ് പറയുന്നത്. അടുത്ത പരമാധികാരവും ഐക്യവും അഖണ്ഡതയും. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. 6ാമത്തെ ദേശീയ സേവനം. പറഞ്ഞൊരു 5 എന്തൊക്കെയായിരുന്നു മൗലിക കടമകൾ? രാഷ്ട്ര ഉന്നമനം, കുട്ടികളുടെ വിദ്യാഭ്യാസം, ഭരണഘടന, ദേശീയ പതാക, ഗാനം എന്നിവയോടുള്ള ആദരവ്, മഹനീയ ആദർശങ്ങളെ നമ്മൾ ബഹുമാനിക്കണം, പരമാധികാരവും ഐക്യവും അഖണ്ഡതയും എല്ലാം കാത്തു സൂക്ഷിക്കണം. പിന്നെ ദേശീയ സേവനം, ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ മതം, ഭാഷ, പ്രദേശം എന്നിവയ്ക്ക് അതീതമായി ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ സാഹോദര്യം വളർത്താൻ ശ്രമിക്കണം. സ്ത്രീകളോട് മാന്യമായി പെരുമാറുകയും അവയുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവർത്തികൾ ഉപേക്ഷിക്കുകയും ചെയ്യുക. ഇതാണ് സാഹോദര്യം, സ്ത്രീകളുടെ അന്തസ്സ് എന്നതിൽ പറയുന്നത്. അടുത്ത് 8ാമത്തെ സാംസ്കാരിക പാരമ്പര്യമാണ്. എല്ലാ മണ്ഡലങ്ങളും മികവ് കാട്ടി രാഷ്ട്രത്തെ ഒരു ഉന്നത പാതയിൽ മുന്നേറാൻ സഹായിക്കണമെന്നാണ് പറയുന്നത്. 9 പരിസ്ഥിതി സംരക്ഷണം. പരിസ്ഥിതി പ്രശ്നങ്ങളായ വനങ്ങൾ, തടാകങ്ങൾ, പുഴകൾ, വന്യജീവി സങ്കേതങ്ങൾ എന്നിവയെ സംരക്ഷിക്കുകയും ജീവികളോട് അനുകമ്പ പുലർത്തുകയും ചെയ്യണം. 10ാമത്തെ ശാസ്ത്രീയ വീക്ഷണം, മാനവികത, അന്വേഷണാത്മകമായി എന്നിവയെ വികസിപ്പിക്കുക. 11 പൊതുസ്വത്തിൻ്റെ സംരക്ഷണം. പൊതുസ്വത്ത് സംരക്ഷിക്കുകയും ആക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ മൗലിക കടമകൾ. 11 ഉള്ളത്. താങ്ക് യു.